കുണ്ട്രയിൽ 14 വയസ്സുകാരന്റെ ദുരൂഹമരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് പോലീസ് തലപ്പത്ത് ധാരണയായി. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, വിവരങ്ങൾ. പ്രജീഷ്, കുണ്ട്രയിൽ 14-കാരൻ പീഡനത്തിനിരയായ സംഭവമാണിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊല്ലം റൂറൽ SP കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് തിരുവനന്തപുരം റേഞ്ച് ഐജിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചൊരു ധാരണയിലെത്തിയിരിക്കുന്നത്. 2010-ലാണ് 14-കാരൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അന്ന് ആത്മഹത്യയാണ് എന്നായിരുന്നു പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇപ്പോൾ കുണ്ട്രയിൽ തന്നെ 10 വയസ്സുള്ള പെൺകുട്ടി പീഡനത്തിനിരയായ മരിച്ച സംഭവത്തിൽ മുത്തശ്ശനെ അറസ്റ്റ് ചെയ്തിരുന്നു. വിക്ടർ തന്നെയാണ് ഇതിനു പിന്നിലെന്നും ഈ 14-കാരന്റെ അമ്മ ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും പോലീസ് ഈ കേസ് പുനരന്വേഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ കൊല്ലം റൂറൽ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്. ശരി ഷീജ. കുണ്ട്ര പീഡന കേസിലെ പ്രതി വിക്ടറിന്റെ ഭാര്യ ലതയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ലതയെ ആശുപത്രിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ലതയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് ഡോക്ടർ പറഞ്ഞു. രാജ്കുമാർ ചേരുന്ന വിശദാംശങ്ങളുമായി. രാജ്കുമാർ, ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ഡെവലപ്മെന്റ്സ് എന്തൊക്കെ? ഇവരുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന മെഡിക്കൽ റിപ്പോർട്ട് പോലീസ് ഇന്ന് കൊല്ലം ജില്ലാ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിനെ ജില്ലാ കോടതി തീരുമാനിക്കും. ആ മജിസ്ട്രേറ്റ് ആയിരിക്കും ഇവർ കഴിയുന്ന ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യുക. അതാണ് ഇനിയുള്ള നടപടിക്രമം. പോലീസ് അതിന്റെ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. അതേസമയം 2 കേസുകളിലാണ് ഈ വിക്ടറുടെ ഭാര്യ ലതയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കുണ്ട്രയിലെ പെൺകുട്ടി പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ഒപ്പം മറ്റൊരു പെൺകുട്ടിയെ ഈ പീഡിപ്പിച്ച സംഭവത്തിലുമാണ് ലതയ്ക്ക് അറിവുണ്ടായിരുന്നു. ലത തടഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് ബോധപൂർവം അത് മറച്ചുവെച്ചു. പ്രതിക്ക് വേണ്ട ഒത്താശ ചെയ്തു എന്നുള്ളതാണ് ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിക്ടറിനെയും 2 കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. അതേ കേസുകളിൽ ഈ വിക്ടറുടെ ഭാര്യ ലതയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ശരി. എയർ ഇന്ത്യ ജീവനക്കാരനായ മലയാളിയെ മർദ്ദിച്ച ശിവസേന MPക്ക് പിന്തുണയുമായി കേന്ദ്ര സർക്കാർ. വിമാനയാത്ര ചെയ്യുന്നതിൽ നിന്നും MPക്ക് ഏർപ്പെടുത്തിയ വിലക്ക് നിയമവിരുദ്ധമെന്ന് കേന്ദ്ര നിയമകാര്യ സഹമന്ത്രി PP ചൌധരി വ്യക്തമാക്കി. അതേസമയം വധശ്രമം കേസ് എടുത്തെങ്കിലും MP അറസ്റ്റ് ചെയ്യുന്നത് വൈകുകയാണ്. ബിസിനസ് ക്ലാസ് നൽകിയില്ലെന്നാരോപിച്ച് ശിവസേന MP രവീന്ദ്ര ഗെയ്ക്വാദ് എയർ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജരും കണ്ണൂർ സ്വദേശിയുമായ സുകുമാറിനെ മർദ്ദിച്ചതിനാണ് എയർലൈൻസ് ഫെഡറേഷൻ MPക്ക് വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ എയർലൈൻസ് ഫെഡറേഷന്റെ യാത്രാവിലക്ക് നിയമവിരുദ്ധമെന്നാരോപിച്ചാണ് കേന്ദ്ര നിയമസഹമന്ത്രി PP ചൌധരി രംഗത്തെത്തിയത്. ജീവനക്കാരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമെന്നായിരുന്നു ഫെഡറേഷന്റെ നിലപാട്. മുംബൈയിലേക്ക് തിരിക്കാനിരുന്ന MPയുടെ മടക്ക ടിക്കറ്റ് എയർ ഇന്ത്യയും ഇൻഡിഗ എയർലൈൻസും റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ MPമാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താൻ വിമാന കമ്പനികൾക്ക് നിയമാവകാശമില്ലെന്നാണ് കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ അവകാശവാദം. ഹൃദ്രോഗി കൂടിയായ മലയാളി ഉദ്യോഗസ്ഥനെ ചെരിപ്പൂരി മുഖത്തടിച്ച് മർദ്ദിച്ച MPക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെങ്കിലും അറസ്റ്റ് വൈകുകയാണ്. നേരത്തെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജു അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ദില്ലിയിൽ നിന്ന് മുംബൈയിലേക്ക് ശിവസേന MP ട്രെയിൻ മുഖാന്തരം മടങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംവിധായകൻ വിനയനെ വിലക്കിയതിന് പിഴ ശിക്ഷ വിധിച്ച കോമ്പറ്റീഷൻ കമ്മീഷൻ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കുമെന്ന് ഫെഫ്ക ചെയർമാൻ B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിധി ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണെന്നും B ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. നാമമാത്ര തുകയാണ് പിഴയായി കമ്മീഷൻ വിധിച്ചിരിക്കുന്നത്. ആ പിഴ ഒടുക്കി വേണമെങ്കിൽ തങ്ങൾക്ക് കേസ് അവസാനിപ്പിക്കാം. പക്ഷേ അതിന് തങ്ങൾ തയ്യാറല്ലെന്ന് B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കാരണം ട്രേഡ് യൂണിയനുകൾക്കെതിരായ നീക്കമാണിത്. കളക്റ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങളിലൂടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടുള്ള ചരിത്രമുള്ള തൊഴിലാളി സംഘടനകളുടെ മുമ്പോട്ടുള്ള കുതിപ്പിനെ ആകെ വിലങ്ങുതടിയായി പ്രവർത്തിക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിന് അപ്പീൽ പോകും. തങ്ങളുടെ ഭാഗം പൂർണ്ണമായും കേൾക്കാതെയാണ് കമ്മീഷൻ വിധി പറഞ്ഞത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചിലരുടെ ഗൂഢനീക്കം ഇതിന് പിന്നിലുണ്ട്. ലിബർട്ടി ബഷീറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ചെറുകിട സംവിധായകനും കമ്മീഷനിൽ തങ്ങൾക്കെതിരെ മൊഴി നൽകിയത് ഇതിന് തെളിവാണ്. വ്യാജ തെളിവുകളാണ് ഇവർ ഹാജരാക്കിയതെന്നും B ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. തൊഴിൽ തർക്കങ്ങളിൽ ഇടപെടാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ അധികാരമില്ലെന്ന് ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ചരക്കുകളുടെ വിപണനവുമായി ബന്ധപ്പെട്ട നിയമമാണ് കമ്മീഷന്റേത്. ഈ കേസിൽ ഇടപെട്ടതോടെ അധ്വാനത്തെ ചരക്കുവൽക്കരിക്കുകയാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ ട്രേഡ് യൂണിയൻ സംബന്ധിയായ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യപ്പെടുക എന്നുള്ളതിൻ്റെ അർത്ഥം
ട്രേഡ് യൂണിയൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും ജൂറിസ്ഡിക്ഷനിലേക്ക് മറ്റൊരു ഫോറിൻ ബോഡി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ രാഷ്ട്രീയം തൊഴിലിനെ, അധ്വാനത്തെ ചരക്കുവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം നീക്കങ്ങൾക്ക് വഴങ്ങാൻ പോകുന്നില്ലെന്നും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CR മഹേഷിന്റെ രാജിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് വെട്ടൂർ ജ്യോതിപ്രസാദ്. ഹിന്ദുക്കളായ നേതാക്കളെ തകർക്കാൻ കോൺഗ്രസിൽ ആസൂത്രിത നീക്കം നടക്കുന്നതായി വെട്ടൂർ ജ്യോതിപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഹൈന്ദവരായ നേതാക്കളെ സംഘപരിവേഷം ചാർത്തി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ജ്യോതിപ്രസാദ് ആരോപിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ അടുത്ത അനുയായിയാണ് വെട്ടൂർ ജ്യോതിപ്രസാദ്. വിജേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിജേഷ്, എന്തൊക്കെയാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്നത്? ഹിന്ദുക്കളായ കോൺഗ്രസ് പ്രവർത്തകരുടെ സംഖ്യയായി വിലയിരുത്തി പുറത്തു ചാടിക്കാൻ കോൺഗ്രസിലെ ചിലർ നീക്കം നടത്തുന്നതായിട്ടാണ് DCC വൈസ് പ്രസിഡന്റ് കൂടെയായിട്ടുള്ള വെട്ടൂർ ജ്യോതിപ്രസാദ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസിലെ ഇന്നത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മഹേഷ് രാജിവെച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വെട്ടൂർ ജ്യോതിപ്രസാദും തന്റെ അനുഭവം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ ക്ഷേത്രത്തിൽ പോവുകയും ചന്ദനക്കുറി തൊടുകയും കയ്യിൽ ചരട് കെട്ടുകയും ചെയ്യുന്നവരെ സംഖ്യയായി കണക്കാക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കളുടെ നിലപാടിന് കാലം മാപ്പത്തില്ല. ഗദർധാരികളെല്ലാം കോൺഗ്രസുകാരാണെന്ന് പറയാൻ പറ്റാത്തിടത്തോളം കാലം കുറി തുടങ്ങുന്നവനെ സംഖ്യകളെന്ന് വിളിക്കാനും ആർക്കും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് പ്രവർത്തകരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. ഏതായാലും തുടക്കമിടുകയാണ് DCC വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വെട്ടൂർ ജ്യോതിപ്രസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശരി. പീപ്പിൾ എക്സ്ക്ലൂസീവ് ഹരിപ്പാട് സ്വദേശി അനിൽ അച്ചൻകുഞ്ഞെന്ന CRPF ജവാൻ മരണപ്പെട്ടത് ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലമെന്ന് ബന്ധുക്കളുടെ വെളിപ്പെടുത്തൽ. 2016 മാർച്ച് 24-നാണ് കുളിമുറിയിൽ വീണ് അനിൽ മരിച്ചു എന്ന വാർത്ത ബന്ധുക്കളെ അറിയിച്ചത്. ഉദ്യോഗസ്ഥ വീഴ്ച മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, നാട്ടിൽ മൃതദേഹം എത്തിച്ചത് പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ് വികൃതമായ നിലയിൽ. 2016 മാർച്ച് 26-നാണ് ചിങ്ങോലി സ്വദേശി അനിൽ അച്ചൻകുഞ്ഞെന്ന അർദ്ധസൈനികൻ ഛത്തീസ്ഗഡിൽ വെച്ച് മരണപ്പെട്ടത്. കുളിമുറിയിൽ വീണ് മരണപ്പെടുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ വീട്ടുകാരെ അറിയിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അനിലിൻ്റെ മരണത്തിൽ കലാശിച്ചതെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ മാർച്ച് 24 ഹോളി ദിവസം അവിടെ കമ്പനി കമാൻഡർ ഈ ജവാനെല്ലാം കൂടെ അടുത്തുള്ള ഒരു കുളത്തിൽ നീന്തൽ മത്സരം നടത്തിച്ചാണ്. നീന്തി ലാസ്റ്റിൽ പുള്ളി കുഴഞ്ഞു പോയി. അപ്പോഴത്തേക്ക് ഇവർ ആരും ശ്രദ്ധിച്ചില്ലെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും എന്തുവാന്ന് അവർ പറയുന്ന വിശദീകരണം അതാണ്. പക്ഷെ അതിന് നമുക്ക് പിന്നെ മുന്നോട്ട് അന്വേഷണം നടത്തുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. അനിലിൻ്റെ മരണശേഷവും മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എംബാം ചെയ്ത് മൃതദേഹം അയക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചാണ് മുങ്ങി മരിച്ച അനിലിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. ഇതേ തുടർന്ന് സ്വന്തം ഭാര്യയ്ക്ക് പോലും ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലെന്നും ഇവർ പറയുന്നു. വേലി കെട്ടുന്ന പ്ലാസ്റ്റിക് ആ ഷീറ്റിൻ്റെ അകത്ത് തുണി പോലും ഇടാതെ കുറച്ച് കർപ്പൂരം ഈ വാരിയിട്ട് പാറ്റാഗുളിക അത് വാരിയിട്ട് കയറ്റിവിട്ടത് എല്ലാം അളിഞ്ഞ് തിരിച്ചറിയാൻ തൊലി പോലും ഇല്ല ശരീരം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിരവധി കത്തുകൾ അയച്ചിട്ടും യാതൊരുവിധ നടപടി ഉണ്ടായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. അനിലിൻ്റെ അഴുകിയ മൃതദേഹം വീട്ടുകാർ വാങ്ങാൻ തയ്യാറാകാതിരുന്നപ്പോൾ KC വേണുഗോപാൽ MPയും ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തലയും ചേർന്നാണ് തങ്ങളെക്കൊണ്ട് മൃതദേഹം വാങ്ങിപ്പിച്ചതെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താമെന്ന് ഇവർ നൽകിയ ഉറപ്പുകൾ പാലിച്ചിട്ടില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. കേരളത്തിൽ നിന്നുള്ള സൈനികർ ഉദ്യോഗസ്ഥ പീഡനത്തിന് ഇരയാകുന്നുവെന്ന വാർത്തകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ജവാന്റെ മരണത്തിന് പിന്നിലും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേന്ദ്രം പ്രഖ്യാപിക്കാനിരിക്കുന്ന വിദ്യാഭ്യാസ നയം മതേതരത്വത്തിന് ഊന്നൽ നൽകുന്നതായിരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തീവ്രവർഗീയ നിലപാടുകൾ അടങ്ങുന്നതായിരിക്കും കേന്ദ്ര നയമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് KSTAയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ നയത്തിന് ഒട്ടേറെ പ്രത്യേകതകളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന്, നവലിബറൽ നയത്തിൽ അധിഷ്ഠിതമായതായിരിക്കും. സെക്കുലറിസത്തിൽ ഊന്നൽ കൊടുത്തതായിരിക്കില്ല. പ്രത്യേകിച്ച് തീവ്ര വർഗീയ നിലപാടുകൾ, അതിൽ തന്നെ ഹൈന്ദവ വർഗീയതയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുന്നതാകും പുതുതായി വരുന്ന കേന്ദ്ര വിദ്യാഭ്യാസ നയം.
യു.പിയിൽ BJP അധികാരത്തിൽ വന്നതോടെ പ്രതീക്ഷിക്കാത്തതിലും വേഗത്തിലാണ് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രത്യേക രീതിയിലുള്ള ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലൈസൻസ് ഉള്ള മാംസവിൽപ്പനശാലകൾ അടിച്ചു തകർക്കുകയാണെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാധാരണ നിലക്ക് ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിലാണ് ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഭക്ഷണക്രമം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുതിയ BJP ഗവൺമെൻറ് അധികാരത്തിലേറിയതോടെ ഉത്തർപ്രദേശിൽ നിരവധി നടപടികളാണ് നടന്നു വരുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നും നാളെയും തിരുവനന്തപുരത്ത് ചേരും. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും. ബന്ധുനിയമന കേസിൽ UDF നേതാക്കൾക്കെതിരെ തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട്. വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റേതാണ് കണ്ടെത്തൽ. ക്രമവിരുദ്ധമായ നേതാക്കൾ നിയമനം നടത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അടക്കം 10ഓളം നേതാക്കൾക്കെതിരെയായിരുന്നു പരാതി. പൊതുപ്രവർത്തകനായ ഹാഫിസാണ് ഹർജി നൽകിയത്. താനൂരിൽ മുഖ്യമന്ത്രിയെയും CPIM നേതാക്കളെയും അപമാനിച്ച് മുസ്ലിം ലീഗ് വീണ്ടും രംഗത്ത്. മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം നൽകുന്ന യുവതിയുടെ ഫോട്ടോയോടൊപ്പം അശ്ലീലം ചേർത്താണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സൈബർ സെല്ലിനും ജില്ലാ പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട്. താനൂരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ സ്വീകരണ യോഗത്തിനിടെ യുവതി അഭിവാദ്യം ചെയ്യുന്ന ചിത്രങ്ങളോടൊപ്പം അശ്ലീലം ചേർത്താണ് സൈബർ ആക്രമണം. താനൂർ MLA V. അബ്ദുറഹ്മാനെയും CPIM നേതാക്കളെയും അപമാനിച്ചുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതേ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്ന് താനൂർ CPIM ഏരിയ സെക്രട്ടറി E. ജയനെ വധിക്കുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പരാതി തൃശൂർ റേഞ്ച് IG അന്വേഷിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും പ്രകോപനമുണ്ടാക്കുന്നത്. വ്യാജചിത്രം പ്രചരിപ്പിക്കുന്നതിനെതിരെ താനൂർ സ്വദേശിനിയായ യുവതി ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. താനൂരിലെ അക്രമ സംഭവങ്ങൾ താൽക്കാലികമായി ശാന്തമായെങ്കിലും ലീഗ് പ്രവർത്തകർ വീണ്ടും പ്രകോപനമുണ്ടാക്കുന്നത് ഗൌരവത്തോടെയാണ് പോലീസ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഫൈസലിന്റെ മണ്ഡല പര്യടനം തുടങ്ങി. പെരിന്തൽമണ്ണയിൽ നിന്ന് ആരംഭിച്ച പര്യടനം 7 ദിവസം കൊണ്ട് പൂർത്തിയാകും. UDF NDA മുന്നണികളുടെ പര്യടനം മറ്റന്നാൾ ആരംഭിക്കും. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും 30ലേറെ സ്വീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. വോട്ടർമാർ നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയും വലിയ പ്രതീക്ഷ നൽകുന്നുവെന്ന് ഫൈസൽ പറഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ സ്വീകരണ കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ ആവേശകരമായ ഒരു സ്വീകരണമാണ് എല്ലാവരും തരുന്നത്. നല്ല പ്രോത്സാഹനം, നല്ല പിന്തുണ, നല്ല ആത്മവിശ്വാസം നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാർ നൽകിക്കൊണ്ടിരിക്കുക. കൂടുതൽ പ്രതീക്ഷ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ആദ്യമേ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വീണ്ടും അത് തെളിയിക്കുന്നുണ്ട്. 7 ദിവസം കൊണ്ട് മണ്ഡല പര്യടനം പൂർത്തിയാക്കി പഞ്ചായത്ത് തല കൺവെൻഷൻ തുടങ്ങാനാണ് ശ്രമം. കൂടെ കുടുംബസംഗമങ്ങളും സജീവമാകും. UDF NDA മുന്നണികളുടെ മണ്ഡല പര്യടനം മറ്റന്നാൾ തുടക്കമാവും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. BJP കേന്ദ്ര നേതൃത്വത്തിലും കേന്ദ്ര മന്ത്രിസഭയിലും അഴിച്ചുപണിക്കൊരുങ്ങുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും വസുന്ധര രാജ സിന്ധ്യയെ മാറ്റുന്നതിനും പാർട്ടിയിൽ ആലോചന ശക്തമായി. ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് കേരള നേതാക്കളെയും കൊണ്ടുവന്നേക്കും. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിന് പിന്നാലെയാണ് BJP ദേശീയ നേതൃത്വത്തിൽ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങുന്നത്. പാർട്ടി ദേശീയ ഉപാധ്യക്ഷൻ ദിനേശ് ശർമ്മ, ദേശീയ സെക്രട്ടറി ശ്രീകാന്ത് ശർമ്മ എന്നിവർ ഉത്തർപ്രദേശ് മന്ത്രിസഭയിൽ അംഗങ്ങളായി. പാർട്ടിയിലും സർക്കാരിലും ഒരാൾക്ക് ഒരു പദവി എന്നതാണ് BJPയുടെ നയം. ഇതുകൂടി കണക്കിലെടുത്താണ് ദേശീയ നേതൃത്വത്തിൽ പുനഃസംഘടനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കുന്നത്. പാർട്ടി അടിത്തറ വിപുലമാക്കാൻ ലക്ഷ്യമിടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ദേശീയ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കും. അതേസമയം കേന്ദ്ര മന്ത്രിസഭയിലും പുനഃസംഘടന ഉടൻ നടത്തുമെന്നാണ് വിവരം. പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ രാജിവെച്ച ഒഴിവ് നികത്തുന്നതിനൊപ്പം പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ കേന്ദ്രമന്ത്രിയാക്കുമെന്നാണ് റിപ്പോർട്ട്. രാജസ്ഥാനിൽ നേതൃമാറ്റത്തിനായുള്ള ചർച്ചകൾ BJP തുടങ്ങി. വസുന്ധര രാജ സിന്ധ്യയ്ക്ക് പകരം ജനറൽ സെക്രട്ടറി ഓം മാഥൂറിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. വസുന്ധര രാജെ പാർട്ടി ദേശീയ ഭാരവാഹിയോ കേന്ദ്രമന്ത്രിയോ ആകും. മണിപ്പൂരിൽ സർക്കാർ രൂപീകരണത്തിന് നിർണായക പിന്തുണ നൽകിയ നാഷണൽ പീപ്പിൾസ് പാർട്ടിയെയും കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവും സജീവമാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ, ദേശീയ ആസ്ഥാനത്ത് ചുമതല വഹിക്കുന്ന അരവിന്ദ് മേനോൻ, R. ബാലശങ്കർ തുടങ്ങിയ നേതാക്കൾ BJP ഭാരവാഹിത്വ നിരയിലേക്ക് എത്തും. മനുശങ്കർ, ദില്ലി. മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട്
പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ക്രോണിനെതിരെ ഇപ്പോൾ പോക്സോ നിയമം ചുമത്തിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഏത് സാഹചര്യത്തിലാണ് പോക്സോ നിയമം ക്രോണിനെതിരെ ചുമത്തിയിരിക്കുന്നത്? പ്രതീഷ്, മിഷേലിന്റെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉള്ളത്. ക്രോണിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമം ചുമത്താൻ കാരണം പ്രായപൂർത്തിയാകാതിരുന്ന സമയത്തും ഈ മിഷേല് ക്രോണിനെ പിന്തുടരുകയും ശല്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായതിനെ തുടർന്നാണ്. ഇത് പ്രതി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദ്യം ചെയ്തു വരികയാണ്. ആ പ്രതിയുടെ മൊഴിയിൽ തന്നെ ഇക്കാര്യമുണ്ട്. രണ്ടര വർഷത്തോളമായി തങ്ങൾ തമ്മിൽ അടുപ്പത്തിലാണ് തുടങ്ങിയ മൊഴികൾ ക്രോണിന്റെ ഭാഗത്തു നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മിഷേലിന് 18 വയസ്സ് തികഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പിന് കീഴിൽ, പോക്സോ വകുപ്പിന് കീഴിൽ ഇത് പെടും എന്നാണ് പോലീസിന്റെ നിഗമനം. മാത്രവുമല്ല, മിഷേലിനെ ക്രോൺ ഉപദ്രവിച്ചതായി മിഷേലിന്റെ ചില സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ മിഷേലിന് 18 വയസ്സാകുന്നതിന് മുമ്പുള്ള സമയത്ത് ക്രോൺ മിഷേലിനെ ശല്യം ചെയ്യുകയും പിന്തുടരുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും അന്വേഷണവും ചോദ്യം ചെയ്യലും ഇപ്പോഴും തുടർന്നു വരികയാണ്. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ക്രോണിനെതിരെ അന്വേഷണ സംഘം ചുമത്തിയിരുന്നത്. ഇപ്പോൾ പോക്സോയും കൂടി ചുമത്തുന്നതോടുകൂടി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതി ക്രോണിനെതിരെ പോക്സോ നിയമം ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്. വെയിലായാലും മഴയായാലും ഇടക്കൊച്ചിക്കാർക്ക് എന്നും കുടിവെള്ളക്ഷാമമാണ്. പ്രദേശം മുഴുവൻ ഉപ്പുവെള്ളമായതിനാൽ ഇടക്കൊച്ചി കനോസ നഗർ നിവാസികൾക്ക് ടാങ്കർ വെള്ളമാണ് ഏകാശ്രയം. പണ്ടെപ്പോഴോ ഇവിടെ സ്ഥാപിച്ച പൊതുടാപ്പ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ കൈരളി ടിവിയും കാഴ്ചയും സംയുക്തമായി ആഘോഷിക്കുന്നു. പത്തനംതിട്ടയിൽ ഇന്ന് നടക്കുന്ന ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് 5:30 ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുക. NCDC കേരള റീജിയന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 2 ദിവസം നീളുന്ന അഡ്വാൻസ്ഡ് മെഡിറ്റേഷനിൽ പരിശീലന ക്യാമ്പ് തുടങ്ങി. ശിക്ഷക് സദനിൽ നടക്കുന്ന ക്യാമ്പ് മേയർ EP ലത ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം ലഭിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. NCDC ചെയർമാൻ ബാബ അലക്സാണ്ടറാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ക്യാമ്പ് നാളെ സമാപിക്കും.